നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്കറിയായിരുന്നു അവള് നമ്മളെ തോൽപ്പിക്കുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയുന്നേ ഈ ടൗണിലെ കോളേജിലൊന്നും വീടണ്ടാന്ന്, ഇവിടെ എങ്ങാനും നിന്ന് പഠിച്ചാ പോരേന്ന്. അപ്പ ആരും അത് കേക്കില്ല. അവസാനം എന്തായി? ഞാൻ പറഞ്ഞ പോലെ എല്ലാം നടന്നില്ലേ? ഇല്ല ചേച്ചി, നമ്മുടെ മഞ്ചാടി മോൾക്കൊന്നും പറ്റില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ശബരി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമുക്ക് അച്ഛനെ കൂടുതലൊന്നും അറിയിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതുവരെ നമുക്ക് നമ്മുടെ മഞ്ചാടി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചേച്ചി. ഈശ്വര, മഞ്ചാടി പറ്റിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ അനു? ചേച്ചി എന്താ ചെയ്യാ ഇനി? അല്ലെങ്കിൽ വിനയന് വേറെ അപകടമൊന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ? വേറെന്ത് സംഭവിക്കാനാ? വെട്ടി 2 കഷ്ണമാക്കി ഇട്ട അവിടെ നിന്ന് മുറി കൂടി എഴുന്നേറ്റ് വരുന്നതിനോ? ആ പിള്ളേരെയും കൊണ്ടയാളെ പോലീസ് ഇന്ന് തന്നെ പൊക്കിയ നമ്മുടെ രക്ഷപ്പെട്ടു. ഈ വിനയനെ നമ്മൾ മോചിപ്പിച്ച സ്ഥിതിക്ക് പ്രതികളെ പിടിക്കേണ്ടത് പോലീസ് ഒരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കും. പിന്നെ വിനയന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയണ്ടേ? ഫോൺ ഇതുവരെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വണ്ടിയിൽ വെച്ചേക്കാം. രഘു, ഇപ്പിനെ ആരെയും വിളിച്ചു പറയാനൊന്നും പോണ്ട. മണി ഇപ്പൊ തന്നെ 12 കഴിഞ്ഞു. ഇനി രാവിലെ എങ്ങാനും വിളിച്ച് പറഞ്ഞാൽ മതി. സാറേ, എല്ലാം കിട്ടിയ വിജയ? കിട്ടി സാറേ. പിന്നെ ഫാർമസി വെച്ച് ഞാൻ ശബരിയെ കണ്ടു. ശബരിയോ? നമ്മുടെ ശബരിയോ? അവനെന്താ ഇവിടെ? അതറിയില്ല. നമ്മളിവിടെ വന്ന കാര്യം പറഞ്ഞപ്പോ രഘുവിനോടും ദാസാറിനോടും ഇവിടുത്തെ ICU അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ല, അവൻ എന്തോ വലിയ ടെൻഷനില്ല സാറേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാൻ വിനയനെ അടുത്ത് കാണും. വിജയ, നീ മരുന്നുകൊണ്ട് അവിടെ കൊടുക്ക്. ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. വരും. ശരി. എന്താണ് ഈ ആ പാട്ടൊന്ന് ഓഫ് ചെയ്ത് വെച്ചേ? മനുഷ്യരുടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പാട്ട്. കലാബോധമില്ലാത്ത കിഴങ്ങ്. മോനെ ശബരി, എന്താ എന്ത് പറ്റി? അല്ല ശബരി, എന്തുപറ്റി? ആരാ ICU-ല്? രഘുവേട്ടനെയും ദാസങ്ങളിലും ഞാൻ എത്ര തവണ വിളിച്ചു. ഇവിടെ ആകെ പ്രശ്നം രഘുവേട്ട. ശബരി, നീ കാര്യം പറ. ഐശ്വര്യാരാ? അച്ഛനാണോ? ഏയ് അച്ഛനൊന്നുമല്ല. പിന്നെ ദയക്കോ കുഞ്ഞിനോ എന്തെങ്കിലും? അത് ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല രഘു. മഞ്ചാടിയാ അകത്ത് സീരിയസ് ആയി കിടക്കുന്നേ. മഞ്ചാടിയോ? മഞ്ചാടിയോ? മഞ്ചാടിക്ക് എന്താ പറ്റിയ? അതെ രഘുവേട്ട, അവള് നമുക്കൊന്നും ഒരു വിലയും തരാതെ സ്വയം ജീവൻ കൊടുക്കാൻ നോക്കി.
അവൾക്കൊരു ദോഷവും വരാതിരിക്കാൻ ബാക്കിയുള്ളവരിവിടെ മരിച്ച് പണിയെടുക്കുമ്പോ അവൾ ഇങ്ങനൊരു അവിവേകം കാണിച്ചല്ലോ അങ്കിളെ. എടാ, നീ ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ രഘു. നമ്മുടെ മഞ്ചടിക്കൊന്നും പറ്റിയില്ലല്ലോ. അവിടെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. അതെ രഘുവേട്ട, നാളെ രാവിലെ ഒരു സർജറി ഉണ്ട്. അതിനാവശ്യമുള്ള ബ്ലഡ് വരെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വീട്ടിലറിയിച്ചോ ശബരി? അമ്മോന് പറഞ്ഞു? അനുചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നുള്ള കാര്യം തൽക്കാലം അച്ഛനെ അവരറിയിക്കില്ല. ആ, അത് നന്നായി. ഡീറ്റെയിൽസ് ഒക്കെ അണ്ണൻ ഇവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി. അല്ല, അവരവിടെ നിന്ന് വന്നോണ്ടിരിക്കുകയാണോ? ഇല്ല, രാവിലെ പുറപ്പെട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഓപ്പറേഷന് മുൻപ് അവരെത്തും. അത് നന്നായി. അത് മതി രഘു. എടാ, ഇപ്പം നമ്മളും കൂടി ഇവിടെ ഇല്ലേ? എന്നാലും നമ്മളൊക്കെ ഉണ്ടായിട്ടും ഒരു സൂചന പോലും തരാതെ അവൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ അങ്കിൾ. അമ്മാവനിതെങ്ങനെ സഹിക്കും? മഞ്ചാടിയുടെ ആരെങ്കിലും ഉണ്ടോ? ഈ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങണം. ശരി അളിയ, ഇതൊന്ന് പോയി വാങ്ങിച്ചു. സിസ്റ്റർ, ശരി, ചെല്ലു. ഞങ്ങള് മഞ്ചാരിയുടെ ബന്ധുക്കളാ. ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? പേഷ്യന്റിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. വെറുതെ കാണാനേ ഉള്ളൂ. മതി സിസ്റ്റർ, ഒന്ന് കണ്ടാ മതി. ശരി, വന്നോളൂ. രഘു, വാ, നമുക്ക് അവിടെ പോയി കാണണ്ടേ? മഞ്ചാടി, വാ. നീ വാ മോനെ. അങ്കിള്, വാ, എനിക്കറിയാം. വാ, അമ്മാവനോട്. നീ വാ. വാ. ധൈര്യമായിട്ടിരിക്ക്. അങ്കിള്, എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ല അവൾക്ക്. എന്നിട്ട് ഇപ്പൊ എന്തിന് ഇങ്ങനൊരു കടുങ്ക ചെയ്തേ? അതാണ് ഞാനും ആലോചിക്കുന്നത്. രഘുവേട്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമ്മൾ ഈ അവസ്ഥയെ അതിജീവിച്ചേ പറ്റൂ. അങ്കിളെ, കട്ടില് നമ്മുടെ മോള് കിടക്കുന്ന ഇവളുടെ അച്ഛനെങ്കിലും അവൾക്കൊന്ന് ഓർക്കായിരുന്നു. വിട് രഘു. എടാ മോനെ, നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? രാവിലെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോ അവരെ ആശ്വസിപ്പിക്കേണ്ടവനാ നീ. അതിന് നമ്മളല്ലേ ഉള്ളൂ. മഞ്ചാടി, മഞ്ചാടി, കണ്ണൂർക്ക് മോളെ. മഞ്ചാടി, മോളെ രഘുവിട്ടനെ വിളിക്കുന്ന കണ്ണൂർക്ക്. മഞ്ചാടി, മഞ്ചാടി, കണ്ണൂർക്ക്. മോളെ, നമുക്ക് വീട്ടിൽ പോണ്ടേ? മോളെ, അങ്കിളെ, ദേ നോക്കിയേ. സിസ്റ്ററെ, മഞ്ചാടി. അതെ, നിങ്ങളൊന്ന് പുറത്തോട്ട് പോയിക്കേ. ഡോക്ടറെ. അങ്കിളെ, മോളെ, മഞ്ചാടി, മഞ്ചാടി, മോളെ. ഈശ്വര, പുലർച്ചയ്ക്കെന്താ ഇങ്ങനെ ഒരു സ്വപ്നം? മഞ്ചാടി മോളുടെ കാര്യം തന്നെ ഓർത്ത് ഇങ്ങനെ കിടന്നുണ്ടാവും.
ചേച്ചി ചേച്ചി എഴുന്നേക്ക്. അച്ഛൻ ഉണർന്നെന്ന് തോന്നുന്നു. അനു സമയത്രേ? 5 മണിയായി കാണും. അച്ഛനോട് എന്ത് പറയും? എന്തെങ്കിലും പറഞ്ഞ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ ചേച്ചി? ചടിമൊക്കൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു.